രാജിവെക്കുന്നത്. അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ഈ കൗൺസിൽ കഴിഞ്ഞ കൗൺസിലർ ഒരു സെക്കീന ഉണ്ടായിരുന്നു. ആ സെക്കീനയുടെ പേരിലുള്ള FIR ആണ്, KSEB കൊടുത്തുള്ള FIR ആണിത്. പൈസ അടച്ച FIR പ്രകാരം പിഴ അടച്ചതാണ് 3,20,732 രൂപ. കഴിഞ്ഞ 9-ാം വാർഡിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലറാണ്. മൻസൂറാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ആ മൻസൂർ ഞാൻ രാജിവെക്കണം എന്ന് പറഞ്ഞില്ല, എന്താ അർത്ഥമുള്ളത്? ഇത് അവര് കള്ളപ്പട്ടയം ഉണ്ടാക്കിയതിന്റെ, ഇത്രയും കള്ളത്തരം കാണിച്ചതിന്റെ ഒരാളെ എപ്പോഴാണ് പ്രതിയാവുന്നത്, എപ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത്? അത് ശിക്ഷിക്കപ്പെട്ട് 3 കള്ളപ്പട്ടയം ഉണ്ടാക്കിയ സാധനം ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് എപ്പോഴാ? അത് സുപ്രീം കോടതി വരെ കേസ് പോയി അതിനകത്ത് അയാൾ കുറ്റവാളിയാണ് എന്ന് കാണുമ്പോഴാണ് അയാൾ കുറ്റവാളിയാവുന്നത്, അല്ലേ? അങ്ങനെ സുപ്രീം കോടതി വരെ ഈ കേസ് പോയിട്ട് കുറ്റവാളിയാണെന്ന് വന്നാൽ ഒരു നിമിഷം പോലും കൗൺസിലിനകത്ത് ഞാൻ ഉണ്ടാവില്ല. മുൻ നഗരസഭാ കൗൺസിലർ വൈദ്യുതി മോഷ്ടിച്ചത് അഴിമതിയല്ലേ എന്ന നാലകത്ത് ബഷീർ. തനിക്കെതിരെയുള്ള ആരോപണത്തിൽ സത്യം തെളിയിച്ചാൽ രാജിവെക്കുമെന്നും ബഷീർ മാധ്യമങ്ങളോട്. അതേസമയം അഴിമതിയുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ പ്രതിപക്ഷാംഗം രാഹുൽ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. ഒരു 66ാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടത്തി. കാലിക്കറ്റ് ട്രേഡ് സെന്ററിനകത്ത് ഇൻഡോറിലാണ് നടത്തിയത്. അതിന്റെ സ്പോൺസർ നമ്മുടെ എമറാൾഡിന്റെ ഫൈസലായിരുന്നു 60 ലക്ഷം രൂപയ്ക്ക്. പണത്തിന്റെ ഇടപാടല്ല നടത്തിയത്. കാരണം അദ്ദേഹത്തിന്റെ ഇൻഡോർ നമുക്ക് തന്നു 18 ലക്ഷം രൂപയ്ക്ക്. അദ്ദേഹം ഒരു ഹോട്ടൽ ഉടമയാണ്. പല ഹോട്ടലുകളിൽ നിന്നും അദ്ദേഹം റൂം എടുത്ത് തന്നു. ക്യാഷ് ഡീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയില്ല. 60 ലക്ഷത്തിന്റെ അതിന് വ്യക്തമായ എഗ്രിമെന്റ് അടക്കം നമുക്കുണ്ട്. ആ ചാമ്പ്യൻഷിപ്പ് 2018 കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് ആ ചാമ്പ്യൻഷിപ്പിന് പരാതി വരുന്നത്. ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് 4/6/2026 FIR ഇടുന്നത്. ഈ മാസം അതുവരെ ആ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി പിരിച്ചുവിട്ടു. എല്ലാ സ്ഥലത്തേക്കാൾ വിഭിന്നമായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ, ഗഫൂർ എന്ന് പറഞ്ഞൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ നിയമിച്ച് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു പേയ്മെന്റുകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. പേയ്മെന്റ് നടത്താൻ വേണ്ടി ഒരു 3 ആൾക്കാരെ ചുമതലപ്പെടുത്തി. ആ ആൾക്കാരെ ചുമതലപ്പെടുത്തുന്നത് ബാപ്പു ഹാജി, വ്യാപാരി വ്യവസായിയുടെ ട്രഷറാണ് കോഴിക്കോട് ജില്ലയുടെ. അതേപോലെ തന്നെ മൊയ്തീൻ കോയ, മലബാർ ഗോൾഡിന്റെ മാനേജറാണ്. സത്യസന്ധനായിട്ടുള്ള ഒരുത്തനാണ്, CPM-കാരനാണ് അദ്ദേഹത്തിന്. പിന്നെ അതേപോലെ സത്യൻ ഇടത് സഹയാത്രികനാണ്, അവിടുത്തെ ഒരു ലോഡ്ജിന്റെ മാനേജറാണ്. ഇവര് 3 പേരാണ് ക്യാഷ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്തത്. ജനറൽ കൺവീനർ എന്ന എനിക്ക് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത് ഓർഗനൈസ് ചെയ്യാന്ന് മാത്രമാണ്. കാരണം ക്യാഷും ഓർഗനൈസിങ് രണ്ടും ഒരുമിച്ച് നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കണക്കെഴുതി കഴിഞ്ഞു. അവർ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് തന്നു. ആ അക്കൗണ്ട്സില് അതിന്റെ ചെയർമാൻ മെഹബൂബാറാണ്, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ ജനറൽ കൺവീനർ ഞാന്, ദെൻ ബാപ്പു ഹാജി ട്രഷറർ, സത്യൻ ഓർഗനൈസിംഗ് സെക്രട്ടറി. ഇത്രയും 4 പേര് ഒപ്പിടുകയും സംഘാടക സമിതി സത്യസന്ധമായി അവതരിപ്പിച്ച് പിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ അതിലെഴുതിയ കണക്ക് ഗ്രാൻഡ് ഫറം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ റിസീവബിൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം കാണിച്ചു. സ്പോർട്സ് ഗ്രാൻഡ് ഫറം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞ് 2.5 ലക്ഷം കാണിച്ചു. അഡ്വാൻസ് ഫ്രം ഓർഗനൈസ് സെക്രട്ടറി 1,82,238 കാണിച്ചു. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും ഭംഗിയായി നടത്തി എന്ന് പറഞ്ഞുള്ള കത്ത് തന്നു, 5 ലക്ഷം രൂപയും തന്നു. പക്ഷേ വി അബ്ദുറഹ്മാൻ സ്പോർട്സ് മിനിസ്റ്റർ ആയിരിക്കുന്ന, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവര് 2,50,000 രൂപ ഒരു നാഷണൽ ഇവന്റ് നടത്തിയാൽ കൊടുക്കണം എന്ന് നിയമമുണ്ട്. പക്ഷെ ആ ക്യാഷ് പിടിച്ചു വെച്ചു, തന്നില്ല. അതുകൊണ്ട് ആ 2,50,000 രൂപ ഞങ്ങൾ കയ്യിൽ നിന്നെടുത്ത് ചെലവാക്കേണ്ടി വന്നു. ഓർഗനൈസ് സെക്രട്ടറിക്ക് 1,82,238. അങ്ങനെ ഞങ്ങള് 4,32,000 രൂപ ഇപ്പോഴും നഷ്ടത്തിൽ കടക്കുന്ന ഒരു ഇവന്റാണ് ഇങ്ങനെ FIR ഇട്ടിരിക്കുന്നത്. ഈ ഇവന്റിന് FIR ഇടാനുള്ള അതിനു മുമ്പേ വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്തിയത് അതിന്റെ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം അന്വേഷണം നടത്തി അവസാനം ഇതിനകത്ത് മെഹബൂബ് എന്നുള്ള ഇവരെല്ലാം കൂടെ കുറ്റക്കാരാണെന്ന് കണ്ടപ്പോഴാണ് അവർ FIR ഇട്ടത്. ഇതിൽ വ്യക്തമാണ് ജനറൽ കൺവീനർ എന്ന എന്റെ സാമ്പത്തിക ഇടപാടിൽ ഈ ജനറൽ കൺവീനർക്ക് ഒരു പങ്കുമില്ല. പരാതിയുടെ ഭാഗമല്ല, നമുക്ക് ബഷീർ മാഷിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. ഇത് ആദ്യമായിട്ടുള്ളതല്ല. നാലകത്ത് ബഷീറിനെ കുറിച്ചിട്ട് പെരിന്തൽമണ്ണയിലെയും നമ്മുടെ നാട്ടിലും സംസ്ഥാനത്തൊട്ടാകെ നമുക്ക് നന്നായിട്ട് അറിയാം ആരാണ് ബഷീർ മാഷ്, ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇത് അങ്ങനെ ഒരു വ്യാജ പരാതിയായിട്ട് നമുക്ക് തള്ളാൻ കഴിയാത്ത ഒന്നാണ്. കാരണം ഞാൻ പറഞ്ഞു,
ജില്ലാ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ കുറിച്ചിട്ടാണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി മെഹബൂബ് അതിന്റെ ചെയർമാനായിട്ടാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം, ഒരു സംഘാടക സമിതി ഒരു നാട്ടിനകത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു സംഘാടക സമിതി അല്ലെങ്കിൽ സ്വാഗത സംഘം വിളിച്ചു ചേർക്കും. അതിന്റെ രക്ഷാധികാരികൾ ഉണ്ടാവും, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവും, അതിനൊരു ചെയർമാൻ, അതിലൊരു പ്രധാനപ്പെട്ട നാട്ടിലെ പ്രധാനപ്പെട്ട ആരാണോ അദ്ദേഹത്തിന് പിടിച്ചാക്കുക. ജനറൽ കൺവീനറായിട്ട് ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സാമ്പത്തികം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനറൽ കൺവീനർ സ്ഥാനത്ത് പ്രവർത്തിക്കുക. അങ്ങനെ ജനറൽ കൺവീനർ സ്ഥാനം പ്രവർത്തിച്ച വ്യക്തിയാണ് നാലകത്ത് ബഷീർ. അദ്ദേഹത്തിന്റെ പേരിൽ 1-ാം പ്രതി ആയിട്ടാണ് അദ്ദേഹത്തെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വെറും പരാതി മാത്രമല്ല അത്. അപ്പൊ അത് പരിശോധിക്കുമ്പോൾ കേസ് നടക്കട്ടെ. ആ കേസ് നടക്കുന്നവർ അയാളെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.